തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരണം നേടാനുള്ള അംഗബലമില്ലെങ്കിലും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ച CPM ജില്ലാ കമ്മിറ്റി. പുന്നയ്ക്കാമുകൾ കൗൺസിലറും ജില്ലാ കമ്മിറ്റി അംഗവുമായ RP ശിവജി ആയിരിക്കും CPM സ്ഥാനാർത്ഥി. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് CPM ജില്ലാ കമ്മിറ്റി ശിവജിയെ രംഗത്തിറക്കിയത്. പാർലമെന്ററി പാർട്ടി ലീഡറായി SP ദീപകിനെയും പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി മുൻ മേയർ ശ്രീകുമാറിനെയും CPM ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി പ്രിയദർശിനിയെയും വൈസ് പ്രസിഡന്റായി BP മുരളിയെയും തീരുമാനിച്ചു. പാനൂരിൽ CPIM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് തീയിട്ട നിലയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പാനൂർ പാറാട് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് തീയിട്ട നിലയിൽ. പൂട്ടിയിട്ട ഓഫീസ് വൈകിട്ട് തുറന്നപ്പോഴാണ് അതിനകത്ത് സൂക്ഷിച്ച വസ്തുക്കൾ കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ച ടൗൺ ബ്രാഞ്ച് ഓഫീസിലാണ് സംഭവം. ഓഫീസിലുണ്ടായിരുന്ന കൊടികളും തോരണങ്ങളും നേതാക്കളുടെ ചിത്രങ്ങളും കസേരകളും കത്തി നശിച്ചു. കൊളവല്ലൂർ പോലീസിൽ പരാതി നൽകി. വൈകിട്ട് CPIM രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു. യോഗസ്ഥലത്തേക്ക് കൊടിയെടുക്കാനെത്തിയപ്പോഴാണ് ഇവ കത്തി നശിച്ചത് അറിയുന്നത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഇദ്ദേഹം പിന്നാലെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചു. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ വ്യാപകമായ ക്രമക്കേടുകൾ ആരോപിച്ച് കേരള സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ പരിഹരിക്കണമെന്നും ഫോമുകൾ സമർപ്പിക്കാനുള്ള സമയം നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറി VP ജോയ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് കത്തയച്ചു. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള കാലാവധി ഡിസംബർ 18 അവസാനിച്ചപ്പോൾ മരിച്ചവർ, താമസം മാറിയവർ എന്നീ വിഭാഗങ്ങളിലായി ഏകദേശം 25 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. ഉത്സവ സീസൺ ആരംഭിച്ചതിനാൽ ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കും ആനകളെ എഴുന്നള്ളിക്കുന്ന വ്യവസ്ഥകൾ ജില്ലയിൽ കർശനമാക്കി. ആനകളെ ഉപയോഗിച്ച് എഴുന്നള്ളിപ്പ് നടത്തുന്ന ഉത്സവങ്ങളിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും നാട്ടാന പീഡനം തടയുന്നതിനും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഡെപ്യൂട്ടി കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിലാണ് കർശന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. 2024 വർഷത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് ആളുകൾ മരണപ്പെട്ട സാഹചര്യത്തിൽ ജില്ലയിൽ ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ജില്ലാതല കമ്മിറ്റി കർശനമാക്കിയിരുന്നു. പയ്യന്നൂരിൽ ഒരു വീട്ടിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. രാമന്തളി വടക്കുംപാട് KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കൾ ഹിമ, കണ്ണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കലാധരനെയും ഉഷയെയും തൂങ്ങിയ നിലയിലും കുട്ടികളെ താഴെ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. രാത്രി 8 മണിയോടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.